ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ജെബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കൺസീൽഡ് ഫ്ലഷിനെ കുറിച്ചിട്ടാണ്. ഫുൾ ഡീറ്റെയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് കൺസീൽ ചെയ്ത് നമ്മൾ ഭിത്തിയിലകത്ത് വയ്ക്കുന്ന ടൈപ്പുണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ടൈപ്പുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ആദ്യമേ തന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യമേ തന്നെ ഇതിൻ്റെ ഫ്ലോറിൻ്റെ, അതായത് റൂമിൻ്റെ ലെവലിൽ നിന്നും 8 ഇഞ്ച് താത്തിയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലോർ ലെവൽ നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. ആ ഫ്ലോർ ലെവൽ കറക്റ്റ് മാർക്കിംഗ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്ലോറിൻ്റെ ലെവലാണ്, അതായത് അവസാനം ഫിനിഷിംഗ് വരുന്ന സമയത്തുള്ള ലെവലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും താഴെ നിന്നും, അതായത് ബോൾട്ടിലേക്കുള്ള ബോൾട്ട് ഉറപ്പിക്കുന്നതാണ് അവിടെ വരുന്നത്. ഈ രണ്ട് ബോൾട്ട് ഉറപ്പിക്കുന്ന ഈ ഇതിലാണ് നമ്മൾ ക്ലോസറ്റ് ഹാങ് ചെയ്ത് വരുന്നത്. അതിന് അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്നും ബോൾട്ട് വരെ 14 ഇഞ്ച് നമുക്ക് തീറായിട്ട് കിട്ടണം. അതിൻ്റെ താഴെ വരെ നമുക്ക് 14 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 90% ക്ലോസറ്റുകൾ നമുക്ക് അതിൻ്റെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് തന്നെ നമുക്ക് ഭിത്തിയുടെ പുറത്ത് വയ്ക്കുന്ന ടൈപ്പ്, പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് അതിനുശേഷം ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞ രീതിയിൽ അതിനുശേഷം കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്ത് ഫിഷർ ചെയ്ത് കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ 1.5 ഇഞ്ച് പൈപ്പ്, അത് 1.5, അതായത് ഇതിൽ ആ മുകളിൽ കാണുന്ന പൈപ്പിലൂടെയാണ് അതിൽ ക്ലോസറ്റിലേക്ക് വെള്ളം വരുന്നത്. പിന്നെ അതിനുശേഷം 4 ഇഞ്ച് പൈപ്പ് തൊട്ട് താഴെ കണ്ടോ, അതൊരു ബേസിലാണ് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ഹാഫ് ഫ്രെയിം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഹാഫ് ഫ്രെയിം ആകുമ്പോൾ ഒരിക്കലും നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ വ്യത്യാസം വരില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യാതൊരു ലീക്കും കാര്യങ്ങളും ഇല്ലാതെ ചെയ്തെടുക്കുന്നതിന് വളരെ സിമ്പിളാണ്. ഈ ഫ്രെയിം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി അത് നേരെ വന്നിട്ട് നേരെ 4 ഇഞ്ചാണ് നേരെ ഔട്ട്ലെറ്റ് പുറത്തേക്ക് തുളച്ചിരിക്കുന്നു. ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബോൾട്ടിൻ്റെ സെറ്റ് കണ്ടോ, ബോൾട്ട് സെറ്റ് നമുക്ക് ഇതിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. അകലം കൂട്ടിയുള്ള ടൈപ്പ് വരുന്നുണ്ട്, അകലം കുളച്ചൊരു ടൈപ്പുണ്ട്. നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് നമ്മൾ കൺസീലിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു വാൽവാണ്. കൺസീൽ ഫ്ലഷിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ വാൽവ് ക്ലോസ് ചെയ്താൽ ആ തൊട്ട് മുകളിൽ കണ്ടോ, അത് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാൽവ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കൺസീൽ ഫ്ലഷിലേക്കുള്ള വാട്ടർ സപ്ലൈ അവസാനിക്കും. അപ്പോൾ നമുക്ക് മറ്റ് ബാത്റൂമുകളിലെ മറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാതെ ഇതിലേക്ക് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇനി ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ഫ്രെയിം ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഹാഫ് ഫ്രെയിം, അതായത് ഇതിപ്പോൾ പകുതി ഫ്രെയിം വരുന്ന രീതിയിലാണ്. ഫുൾ ഫ്രെയിമുണ്ട്, ഹാഫ് ഫ്രെയിമും ഫുൾ ഫ്രെയിമും വരുന്നുണ്ട്. കൺസീൽ ചെയ്യുന്ന രീതിയിലും വരുന്നുണ്ട്, അല്ലാത്ത രീതിയിലും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ തെർമോക്കോളിൻ്റെ പീസ് വെച്ചിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ അവസാനം അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്, അതായത് ടൈലിംഗ് സ്വിച്ച് വരുന്നത് അവിടെയാണ് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഫ് ഫ്രെയിം നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസറ്റിൽ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബോൾട്ടോ കാര്യങ്ങളോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഹാഫ് ഫ്രെയിം നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ പൈപ്പുകളെല്ലാം നേരെയാണെന്ന് കൂടി കറക്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഫിക്സ് ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ടൈല് കാര്യങ്ങളെല്ലാം കെട്ടി ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നീറ്റായിട്ട് ബേസ് തൊട്ട് താഴെ തൊട്ട് അതിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നീറ്റായിട്ടും നല്ല വെയിറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്ത് വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ ക്ലോസറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ